ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. കഠോപനിഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വല്ലി 1-ാമത്തെ മന്ത്രം ഇതുവരെയാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഉപനിഷത്ത് പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഗുരുവിനോടൊപ്പം ഇരുന്ന് ഗുരുവിൻ്റെ സമീപത്ത് ഇരുന്ന് പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഠോപനിഷത്തിലെ വിഷയം ആത്മോപദേശമാണ്, മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം നമ്മൾ നചികേതസിനെ കുറിച്ച് പഠിക്കുന്നു, യമനെക്കുറിച്ച് പഠിക്കുന്നു, ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തിനാപ്പം ഇങ്ങനെ ഈ ഹിസ്റ്ററി പഠിച്ചിട്ട് കാര്യം? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. അപ്പം നചികേതസും നമ്മളും കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെയാണ് നോക്കേണ്ടത്. അപ്പോഴും നമുക്ക് ഇത് എന്തിനാ പഠിക്കണമെന്ന് മനസ്സിലാവുക. അങ്ങനെ നോക്കുമ്പോൾ കഠോപനിഷത്തിലെ പ്രതീകങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ഹൈന്ദവ ശാസ്ത്രങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന പ്രതീകങ്ങളിലൂടെയാണ്. നമ്മൾ കഥയല്ല മനസ്സിലാക്കേണ്ടത്, കഥാപാത്രങ്ങളെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കഥ വേഗം മനസ്സിലാവും. കഥ എന്തിനാ കേട്ടതെന്നുള്ള അപ്പോഴേ മനസ്സിലാവുള്ളൂ. മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ് എന്നുള്ളത് അത് കേട്ടാൽ മാത്രം പോരാ. ശ്രവണം, മനനം, നിധിധ്യാസനം നന്നായിട്ട് കേൾക്കണം. കേട്ടതിനെ വേണ്ട പോലെ മനനം ചെയ്യണം. മനനം ചെയ്ത് മനസ്സിലായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങണം. ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നചികേതസ് പോയി നിൽക്കുന്നത് യമന്റെ മുന്നിലാണ്. ഇനി നമ്മൾ ആ ചിത്രത്തിലേക്കൊന്ന് വരികയാണ്. യമൻ എന്ന് പറഞ്ഞാൽ മൃത്യുവിൻ്റെ ദേവതയാണ്, മൃത്യുവാണ്. ഇതും നമ്മളും കൂടി എന്താണ് ബന്ധം? മനുഷ്യൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മൃത്യുദേവൻ്റെ സാമീപ്യത്തിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും വിളി വരാൻ പോവാം. മൃത്യുദേവൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്, എത്രയൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും. എന്ന് പറഞ്ഞാൽ നചികേതസ് യമധർമ്മൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ യമധർമ്മനെ നമ്മളെ കാണുന്നില്ലെങ്കിലും നമ്മൾ യമൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നചികേതസിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. നചികേതസിൻ്റെ ഭാവം ഇനി മുന്നോട്ട് വരും. നചികേതസിൻ്റെ ഓരോ ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി യമധർമ്മൻ പറയുന്നതും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നതൊക്കെ. നചികേതസ് പോയിട്ട് ആദ്യം 2 വരമാണ് ചോദിച്ചത്. 3 വരത്തിനുള്ള അവസരമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വരത്തിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ചോദിച്ചു, അതെല്ലാം നേടിയെടുത്തു. 2-ാമത്തെ വരത്തിൽ സ്വർഗീയ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതലത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുത്തു. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, നമ്മൾ നചികേതസ് ആണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ വരം നേടിയെടുക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണ് അടുത്ത ചോദ്യം വരിക. അതിൻ്റെ ഉത്തരം കഴിവുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന് അനന്തമായ ശക്തിയുണ്ട്. കാരണം നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലുള്ള എല്ലാം നമ്മളിലുണ്ടാവണം, അല്ലേ? പൂർണ്ണത്തിലുള്ളതെല്ലാം അംശത്തിലുണ്ടാവണം എന്നാണ്. നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അങ്ങനെയല്ലേ? ഫുൾ ശരീരത്തിൽ എല്ലാ ബ്ലഡും കൂടി ഊറ്റിയെടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സാമ്പിൾ മതി. ആ ബ്ലഡിലുള്ള എല്ലാ ഗുണവും ആ സാമ്പിളിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ പൂർണ്ണത്തിലുള്ളതെല്ലാം അംശത്തിലും ഉണ്ടാവും. നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്, ഇല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ ഒരു അംശമാണ്. അതുകൊണ്ട് സൃഷ്ടിയിലുള്ള എല്ലാ ഗുണങ്ങളും ശക്തിയും നമ്മളുടെ ഉള്ളിലും വേണം. നമ്മളത് പ്രയോഗിക്കാൻ തയ്യാറാവണം. എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. നമ്മൾ നചികേതസാണ് ആ ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ. ഒരുവിധം എല്ലാവരും ആദ്യത്തെ വരം നേടിയെടുക്കാനേ ശ്രമിക്കുള്ളൂ, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഏഷണാത്രയം, ബന്ധങ്ങൾ വേണം, സ്ഥാനമാനങ്ങൾ വേണം, സുഖസൗകര്യങ്ങൾ വേണം. ഇതൊക്കെ നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ രക്ഷപ്പെടും, കുറേ ആൾക്കാർ ആഗ്രഹിച്ചതുപോലെ നേടിയെടുക്കാൻ സാധിക്കാതെ ജീവിതം അങ്ങനെ ജീവിച്ച് തീർക്കും. പക്ഷെ മനുഷ്യനെപ്പോഴും ഉന്നതിയിലേക്ക് പോകാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. പിന്നെ എന്തുകൊണ്ട് ഓരോരുത്തർ ആഗ്രഹിച്ച് നേടിയെടുക്കാൻ പറ്റുന്നില്ല, അതിന് വീണ്ടും പല അർത്ഥങ്ങൾ പറയേണ്ടി വരും.
ഇപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇന്നത്തെ ദിവസം കഠോപനിഷത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നചികേതസിൻ്റെ ഭാവം വേണം. ഈ വരങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ട് എന്ന് ആ ബോധത്തിൽ തന്നെ ഇരിക്കണം. മനുഷ്യൻ ഇപ്പം നോക്കുന്ന ശാസ്ത്രം പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രംഗത്തും പുരോഗതിയുണ്ട്. ഒരു കാലത്ത് നടക്കില്ല, അസംഭാവ്യം ആണ്, ഇമ്പോസിബിൾ ആണ് എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നടക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലെ കഴിവുകളൊക്കെ തന്നെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. നചികേതസിന് വരം കിട്ടിയതുപോലെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നചികേതസ് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ചെറിയ കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇത്തിരിയെങ്കിലും ആധ്യാത്മിക ഭാവം ഉണർന്നു കഴിഞ്ഞാൽ അതിനെ വലിയ തലത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അതും കൂടി നമ്മൾ ഓർമ്മിക്കാനുണ്ട്. ഇനി മനുഷ്യൻ്റെ ഈ കഴിവുകളെ രണ്ട് വിധത്തിൽ ഉപയോഗിക്കാം. അതാണ് 1-ാം അധ്യായം 2-ാമത്തെ വല്ലിയിൽ 1-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത്. ശ്രേയോ മാർഗം, പ്രേയോ മാർഗം. രണ്ട് വിധത്തിലാണ് ഈ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ആദ്യത്തത് പ്രേയോ മാർഗം എന്ന് പറയുന്നത് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒക്കെ താൽക്കാലികമാണ്. അത് കുറച്ച് കാലത്തേക്ക് മാത്രം അനുഭവിക്കാൻ കിട്ടും, പിന്നെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഇല്ലെങ്കിൽ അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മളെ കയ്യിൽ നിന്ന് അത് പോകും, ഇല്ലെങ്കിൽ നമ്മൾ പോകും. രണ്ടിലേതെങ്കിലും ഒന്ന്. സ്ഥിരമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്താണ്, ഇതൊന്നും ദുഃഖനിവൃത്തിക്ക് പ്രയോജനപ്പെടുന്നില്ല. സ്ഥിരമല്ലാത്തതിൽ നിന്ന് സ്ഥിരമായ ആനന്ദം ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. പ്രേയോ മാർഗം എന്ന് പറഞ്ഞതിൽ ഭൗതികമായുള്ള നേട്ടങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. വേണ്ടാത്തതായിരുന്നെങ്കിൽ നചികേതസ് ചോദിക്കില്ലായിരുന്നു. നചികേതസ് ആദ്യം ചോദിച്ചത് പ്രേയോ മാർഗത്തിൽ കൂടെ നേടേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ആവശ്യമാണ് തന്നെയാണ് അർത്ഥം. പക്ഷെ അതല്ല ആത്യന്തികമായിട്ട് വേണ്ടത്. അതാണ് 3-ാമത്തെ വരം, ആത്മോപദേശത്തിനെ കുറിച്ച് ചോദിക്കേണ്ടത്. അപ്പോൾ പ്രേയോ മാർഗത്തിലൂടെ നേടുന്നതൊക്കെ ബാഹ്യലോകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാഹ്യലോകത്തു നിന്ന് എപ്പോഴും, വിഷയലോകത്തു നിന്ന് എപ്പോഴും ആത്യന്തികമായിട്ടുള്ള സുഖം ഉണ്ടാവില്ല, ആനന്ദം ഉണ്ടാവില്ല. അതെല്ലാം ഏഷണാത്രയങ്ങളാണെന്ന് പറയാം. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒന്നും കൂടി നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഈ പരക്കം പാച്ചിൽ പായുമ്പോൾ നമ്മളിതൊക്കെ ഓർമ്മിക്കണം. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും. അപ്പം ഇതും കൂടി ഓർമ്മിക്കണം. ഈ ഓട്ടം എത്ര കാലം, ഇതുകൊണ്ട് എന്തൊക്കെയാണ് നേടാനുള്ളത്, എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്നും കൂടി അറിയണം. അപ്പോൾ ആദ്യത്തെ വരങ്ങളും പിന്നെ യമധർമ്മൻ കൊടുക്കുന്ന പ്രലോഭനങ്ങളും ഒക്കെ പ്രയോമാർഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആത്യന്തികമായ ദുഃഖനിവൃത്തി തരുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കണം. എന്തുകൊണ്ടാണ് അത് ദുഃഖനിവൃത്തി തരാത്തത്? അത് ബാഹ്യലോകവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ദുഃഖനിവൃത്തി വരണമെങ്കിൽ മാറ്റം ആന്തരികമായിട്ടാണ് വേണ്ടത്. അവനവൻ്റെ ഉള്ളിലാണ് മാറ്റങ്ങൾ വേണ്ടത്. ഇങ്ങനെ അവനവൻ്റെ ഉള്ളിലെ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ശ്രേയോ മാർഗം എന്ന് പറയുന്നത്. ശ്രേയോ മാർഗമാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തി കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. യശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം. 2-ാം അധ്യായം 7-ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിച്ചതാണ്. എനിക്ക് ശ്രേയസ്കരമായത് എന്താണോ അത് പറഞ്ഞു തരൂ. അപ്പോഴാണ് ആത്മോപദേശം നൽകിയത് ഭഗവാൻ. അപ്പം പ്രേയോമാർഗത്തിലൂടെ നേടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞിട്ടും ആത്യന്തികമായ ദുഃഖനിവൃത്തി വരണമെങ്കിൽ ആന്തരികമായ മാറ്റങ്ങളാണ് വേണ്ടത്. അതിന് പറയുന്ന പേരാണ് ശ്രേയോമാർഗം എന്ന് കഠോപനിഷത്ത് നമ്മളെ ഉപദേശിച്ചു തരുന്നു. ഇതെന്തിനാ ഞാൻ ഇപ്പോൾ എടുത്തു പറഞ്ഞാൽ ഉപനിഷത്ത് പഠനം എന്ന് പറഞ്ഞാൽ തീവ്ര വൈരാഗ്യം ഉള്ളവർക്കാണ്. വിഷയലോകത്തൊന്ന് മാറി നിൽക്കാൻ താല്പര്യമുള്ളവർക്കാണ് വേണ്ടത്. അപ്പം ഞാൻ ഉപനിഷത്ത് ക്ലാസ് ചെന്നു, ഇല്ല ഉപനിഷത്ത് ക്ലാസ് പഠിച്ചു എന്ന് പറഞ്ഞ് കയ്യടി നേടാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇത് പ്രയോജനപ്പെടില്ല. അതൊക്കെ ഇനി മുന്നോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആനന്ദാവസ്ഥയാണ്, ശാശ്വതമായ ആനന്ദാവസ്ഥയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ മാറ്റം ആന്തരികമായിട്ടാണ് വേണ്ടത്. അവനവൻ്റെ ഉള്ളിലാണ് മാറ്റം വേണ്ടത്. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് ദുഃഖങ്ങൾ സ്ഥിരമായിട്ട് മാറണമെങ്കിൽ മാറ്റം അവനവൻ്റെ ഉള്ളിലാണ് വേണ്ടത്. പക്ഷെ മനുഷ്യൻ ദുഃഖനിവൃത്തി തേടിക്കൊണ്ടിരിക്കുന്നത് ബാഹ്യമായ വസ്തുക്കളിലാണ്. എന്ന് പറഞ്ഞാൽ ശ്രേയോമാർഗത്തിലൂടെ നേടിയെടുക്കേണ്ട ലക്ഷ്യത്തിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് പ്രേയോമാർഗത്തിലൂടെയാണ്.
ലക്ഷ്യം എവിടെയാണ്, മാർഗം എവിടെയാണ്, ഇത് തമ്മിൽ ബന്ധം ഇല്ലാണ്ടായിപ്പോയി. വഴി തെറ്റിയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പരാജയ കാരണം. നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടത് എങ്ങനെ, എവിടെയാണ് എത്തേണ്ടത് എന്നറിയുമെങ്കിൽ അവിടേക്ക് എത്തിക്കണ മാർഗത്തിലൂടെ വേണം പോകാൻ. മാർഗം തെറ്റിക്കഴിഞ്ഞാൽ എത്തേണ്ടയിടത്ത് എത്തില്ല. എന്ന് പറഞ്ഞാൽ ശ്രേയോ മാർഗത്തിലൂടെ പോകേണ്ടവർ പ്രയോ മാർഗത്തിന് പ്രാധാന്യം കൊടുത്താൽ ദുഃഖനിവൃത്തി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരില്ല. ആദ്യത്തെ 2 വരങ്ങളും ജീവിത സാഹചര്യങ്ങളെ നേടിയെടുക്കാനുള്ളതാണ്. ഇപ്പം കഠോപനിഷത്തിന് ഇതെല്ലാം നചികേതസിന് ഇതെല്ലാം അറിയാം. എന്നിട്ടും പിന്നെന്തിനാ ആദ്യത്തെ 2 വരം ചോദിച്ചത്? അപ്പോൾ അതിൻ്റെ കാര്യം ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആദ്യത്തെ 2 വരവും നമ്മൾ വേണ്ട പോലെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇതൊക്കെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായ തലത്തിൽ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. 3ാമത്തെ വരം ജീവിത ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒന്ന് സാഹചര്യങ്ങളും 3ാമത്തെ വരം ലക്ഷ്യവുമാണ്. ആരെങ്കിലും നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചോളൂ. ഇത് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണോ ഞാൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്, എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എന്നെ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണോ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആദ്യത്തെ ഭാഗം ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം അത് ആവശ്യമാണ്, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഭക്ഷണത്തിന് ഭക്ഷണം വേണം, വസ്ത്രത്തിന് വസ്ത്രം വേണം, അല്ലേ? സുഖസൗകര്യങ്ങൾ ആർഭാടമൊന്നുമില്ലെങ്കിലും സുരക്ഷിതത്വം വേണം, വീട് വേണം, എല്ലാം വേണം. അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജീവിതം നയിക്കാനും ജീവിതത്തെ സുഖകരമാക്കാനും പ്രയോമാർഗം വേണം. പക്ഷേ മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ ശ്രേയോ മാർഗവും ആവശ്യമാണ്. അപ്പോൾ എല്ലാം ആവശ്യമാണ്. നമ്മൾ ഇത് മറന്നുപോയത് കാരണം എന്താ ഉണ്ടായത് പറഞ്ഞാൽ, പൊതുവെ ഹിന്ദുക്കളുടെ ഇടയിൽ പണത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. പൈസ സമ്പാദിക്കാൻ ഇല്ല, അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ശക്തി ആവാൻ സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ കാര്യങ്ങളെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം വേണം എന്ന് തന്നെയാണ് നചികേതസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാം വേണം, പക്ഷെ ഇത് ലക്ഷ്യമായി പോകരുത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. മാർഗം ലക്ഷ്യമായി മാറിപ്പോകരുതെന്നാണ്. മാർഗവും ലക്ഷ്യവും കൃത്യമായിരിക്കണം. ഇപ്പം നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ പോയി. ഭഗവത്ഗീത എന്തിനാണ് പഠിക്കുന്നത്? ആത്യന്തികമായ ദുഃഖ നിവൃത്തിക്ക്. പക്ഷെ ഭഗവത്ഗീത ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്താ പഠിച്ചത്? കുറേ ശ്ലോകം ചൊല്ലാൻ പഠിച്ചു. അപ്പോൾ പഠിക്കേണ്ടത് പഠിച്ചു ചോദിച്ചാൽ ഇല്ല, ലക്ഷ്യം മാറിപ്പോയി. ഭഗവത്ഗീത ശ്ലോകം പഠിക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം ലക്ഷ്യം മറന്നുപോയി ശ്ലോകം പഠിക്കലായിപ്പോയി. ഉപനിഷത്ത് ക്ലാസ്സുകളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പം നാരായണീയം പഠിക്കാൻ പോകുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്, ഇല്ലേ? ഭാഗവതം പഠിക്കാൻ പോകുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. കുറേ ശ്ലോകം ചൊല്ലാൻ പഠിച്ചു, അതുകൊണ്ട് എന്താ ഗുണമുണ്ടായി? ശ്ലോകം ചൊല്ലാൻ പഠിച്ചു, അത് തന്നെ. അല്ലാതെ ഇല്ലേ, മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് അത് നയിക്കുന്നില്ല. അപ്പം ശ്ലോകം ചൊല്ലാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിനകത്തെ തത്വങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം. അതിനാണ് ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യ ജീവിതത്തിനെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ചതുർവിധ പുരുഷാർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെ പറയാം. ഇത് 4 നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടിയാണ് നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചത്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം ഇത് 3ഉം മാർഗമാണ്, മോക്ഷം ലക്ഷ്യമാണ്. അപ്പോൾ ഇത് 4ഉം വേണം നമുക്ക്. പക്ഷെ മോക്ഷമായിരിക്കണം ലക്ഷ്യം. ഈ ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണം, ധാർമ്മികമായിട്ട് ജീവിക്കണം, നേടേണ്ടതെല്ലാം നേടണം, അകത്തുള്ള കർമ്മവാസനകളെ വാസനാക്ഷയം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം, അതിന് കാമനകളെ പൂർണ്ണമാക്കണം. ഇതെല്ലാം വേണം. അപ്പോൾ ലക്ഷ്യം മറക്കാതെ വേണം ജീവിക്കാൻ എന്ന് കഠോപനിഷത്ത് ഇല്ലെങ്കിൽ നചികേതസ്, കഠോപനിഷത്തിലൂടെ നചികേതസ് നമ്മളെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ കഠോപനിഷത്ത് എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ ഭൗതികവും അല്ലെങ്കിൽ ബാഹ്യവും ആന്തരികവുമായ ലോകങ്ങളെ മാറ്റിക്കൊണ്ട് ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും നേടി ഈ ജീവിതത്തിനെ മോക്ഷമെന്ന ലക്ഷ്യത്തിൽ എത്തിക്കാനാണ് കഠോപനിഷത്ത് പഠിക്കുന്നത്.
അതിനുള്ള സാഹചര്യം എപ്പോഴും ഉണ്ടാവുന്നത് ഏത് നിമിഷവും. കാരണം നമ്മൾ ഏത് നിമിഷവും യമൻ്റെ സാമീപ്യത്തിലാണ് നിൽക്കുന്നത്. ഈ ബോധം ഉണ്ടായാൽ തന്നെ നമ്മൾ നന്നാവും. ഏത് നിമിഷവും ഈ കാണുന്നതൊക്കെ ഉപേക്ഷിക്കാനുള്ളതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ നന്നാവും. എപ്പോഴും യമൻ്റെ സന്നിധിയിലാണ് അല്ലേ. അപ്പോൾ ഏത് നിമിഷവും എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, ഇത് നാളേക്ക് എന്ന് വെക്കാൻ പറ്റില്ല. കഴിയുന്നത്ര മുന്നോട്ട് ഈ ഒരു ബോധം എപ്പോഴും വേണം ഇതിൽ. കാരണം എന്താണ്, മൃത്യു എന്ന് പറഞ്ഞാൽ ആരാലും തടുക്കപ്പെടാനാവാത്ത പ്രപഞ്ചശക്തിയാണ് മൃത്യു. ഒരാൾക്കും തടുക്കാൻ പറ്റില്ല. ആ ഒരു ശക്തിയുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശക്തിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, ആ സാന്നിധ്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം എന്താണ്, നമ്മൾ അനുഗ്രഹിക്കാൻ നിൽക്കുന്നത് അതേ ശക്തിയാണ്. ആർക്കും തടുക്കാനാവാത്തൊരു ശക്തി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളതിനു വേണ്ടി ശ്രമിക്കേണ്ടത്. മൃത്യുവിനങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾക്കൊക്കെ ചെറുപ്പം മുതൽ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ആരോട് ചോദിച്ചു, ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന്. ദീർഘായുസ്സുണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം? കുറേ കാലം അങ്ങനെ കിടന്നു ഭൂമിയിൽ, വല്ല ലക്ഷ്യം ഉണ്ടായി ചോദ്യമൊന്നുമില്ല. കുറച്ച് കാലം ഉള്ളെങ്കിൽ ഉള്ളത് പൂർണ്ണമായിട്ടാണെങ്കിലോ അതാ നല്ലത്. കഠോപനിഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആരാധകൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഉപാസകൻ, അങ്ങനെ പറയുന്നത് ശരി. ഉപാസകൻ സ്വാമി വിവേകാനന്ദനാണ്. വിവേകാനന്ദനെ വിവേകാനന്ദനാക്കി മാറ്റിയത് കഠോപനിഷത്താണെന്നാണ്. അത്ര പവർഫുള്ളാണ്. വിവേകാനന്ദൻ കുറച്ചു കാലം ജീവിച്ചുള്ളൂ ഭൂമിയിൽ. അത് പക്ഷെ അങ്ങനെ കത്തി ജ്വലിച്ച് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ വരെ, അതിൻ്റെ ശേഷമാണ് സന്യാസത്തിലേക്ക് വന്നത് തന്നെ. ഇപ്പം എത്ര വർഷം, ഏതാനും വർഷങ്ങളെ ജീവിച്ചുള്ളൂ. പക്ഷെ ലോക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അതാണ് ആ ശക്തിയെ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത്. ശങ്കരാചാര്യർ, ഇതൊക്കെ നമ്മൾ മുന്നിൽ ഉദാഹരണമാണ്. അപ്പോൾ എത്ര കാലം ജീവിച്ചു, ഇല്ലെങ്കിൽ ആയുസ് നീട്ടിക്കിട്ടി എന്നുള്ളതല്ല, കിട്ടിയ സമയം വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയോ, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീക്കിയോ, ഇതാണ് ആലോചിക്കാനുള്ളത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന അഹം മൃത്യുഹു, ഞാൻ മൃത്യുവാകുന്നു എന്ന് ഭഗവാൻ തന്നെ പറയണം. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിൽ നമ്മളെപ്പോഴും ഭഗവാന്റെ സാന്നിധ്യത്തിലാണ്. ഭഗവാന്റെ വിളി ഏതു നിമിഷവും വരാം. നമ്മൾ പോകുന്നതും ഭഗവാനിലേക്കാണ് എന്ന ബോധത്തിലിരിക്കണം. മൃത്യു എന്നതിന് മാറ്റം എന്നൊരർത്ഥമുണ്ട്. അനുഭവ മണ്ഡലങ്ങളുടെ മാറ്റം, അതും ഒരു തരത്തിലുള്ള മൃത്യുവാണ്. അപ്പോൾ ഏത് നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിന് മാറ്റം വരാത്ത ഒരടിസ്ഥാനം ഉണ്ട് എന്നും കൂടി നമ്മൾ ഓർമ്മിക്കണം. ഭഗവത്ഗീതയുടെ ഭാഷയെ പറഞ്ഞാൽ നശ്വരമായതിൽ അനശ്വരതയെ കാണുക എന്നുള്ളതാണ്. അതിനൊരു അടിസ്ഥാനമുണ്ട്. ഈ മാറ്റത്തിൽ നിന്നൊക്കെ പാഠം പഠിക്കുക, പ്രപഞ്ചശക്തിയിൽ നിന്ന് പാഠം പഠിക്കുക. അങ്ങനെ മൃത്യുവിൻ്റെ മൃത്യുവായിട്ട് മാറാം എന്നാണ്. അനശ്വരമായ ഒരു പദവിയിലെത്തുക എന്ന് പറഞ്ഞാൽ മൃത്യുവില്ലാത്തൊരു പദവിയിലെത്തുക എന്നാണ്. മാറ്റമില്ലാത്തൊരു പദവിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. മാറ്റമില്ലാത്തൊരു പദവി എന്ന് പറയുമ്പോൾ മൃത്യുവിൻ്റെ മൃത്യുവായി. അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമാണ് എന്ന് തന്നെയാണ് ഉപനിഷത്തും നമ്മളുടെ ഹിന്ദു ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അതായത് മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ദേഹത്തിൻ്റെ മരണമല്ല, ബോധതലത്തിൽ ആത്മബോധത്തിൽ നിന്നുകൊണ്ട് ദേഹം വന്നു നിന്നു പോകുന്നു, പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ട് എന്ന ബോധത്തിൽ സ്ഥിരമായിട്ട് വർത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. അത് തെളിയിച്ചവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് കഠോപനിഷത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഉപനിഷത്ത് പഠനം വളരെ ഗൗരവത്തോടു കൂടി വേണം അതിനെ സമീപിക്കാൻ എന്ന് പറയാൻ കാരണമാണ്. മാറ്റമുള്ളതിനെ നമ്മൾ അസത്ത് എന്നാ പറയാം. മാറ്റമില്ലാതിരിക്കുന്നതാണ് സത്ത്. 3 അവസ്ഥകളിലും 3 കാലങ്ങളിലും മാറ്റമില്ലാതിരിക്കുന്ന സത്ത്. മന്ത്രം തന്നെ അസതോമ സദ്ഗമയ, അസത്തിൽ നിന്നും സത്യത്തിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ മാറ്റമുള്ള അവസ്ഥയിൽ നിന്നും മാറ്റമില്ലാത്ത ആത്മാവിൻ്റെ തലത്തിലേക്ക് പോകണം. മാറ്റമുള്ളത് ജഗത്താണ്. ജഗത്തിൻ്റെ ഭാഗമാണ് ദേഹം. അതായത് ദേഹം ജഗത്ത് എന്ന അവസ്ഥയിൽ നിന്ന്, ഇതുമായിട്ടുള്ള താതാത്മ്യത്തിൽ നിന്ന് മാറ്റമില്ലാത്ത അനശ്വരമായിരിക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന ബോധത്തിലേക്കാണ് പോകേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രേയോ മാർഗം പ്രേയോ മാർഗം എന്നൊരു പദത്തിൽ നിന്ന് നമുക്ക് ഒന്നും കൂടി മനനം ചെയ്യുമ്പോൾ മനസ്സിലായി വരുന്നത്. അത് ഓർമ്മിച്ച് വെച്ചോളാം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. കഠോപനിഷത്തിലെ 2ാമത്തെ വല്ലി, 1-ാം അധ്യായം 2ാമത്തെ വല്ലി 2ാമത്തെ മന്ത്രം നോക്കാം.
ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ തൗ സംവരീത്യ വിവിനക്തിധീരഃ ശ്രേയോ ഹി ധീരോऽഭിപ്രേയസോ വൃണീതേ പ്രേയോ മന്ദോ യോഗക്ഷേമാദ് വൃണീതേ. ശ്രേയശ്ച പ്രേയശ്ച, ശ്രേയസ്സും പ്രേയസ്സും മനുഷ്യനെ പ്രാപിക്കുന്നു. ബുദ്ധിമാൻ അവയെ നല്ലവണ്ണം ആലോചിച്ചിട്ട് വേർതിരിക്കുന്നു. വിവേകിയായവൻ ശ്രേയസിനെ തന്നെ പ്രേയസിനേക്കാൾ ശ്രേഷ്ഠമായി കരുതി അതിനെ വരിക്കുന്നു. മന്ദബുദ്ധിയായ മനുഷ്യൻ യോഗക്ഷേമ എന്ന് പറഞ്ഞാൽ ലൗകിക സുഖസാമഗ്രികളെ ഇച്ഛിച്ചുകൊണ്ട് പ്രേയസിനെ വരിക്കുന്നു. രണ്ട് വിധത്തിലുള്ള ആൾക്കാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രേയസ്സും പ്രേയസ്സും ആയിട്ടുള്ള കാര്യം. ശ്രേയസ്സാണ് ശ്രേഷ്ഠം എന്ന് കരുതിയിട്ട് ബുദ്ധിയുള്ളവർ, ധീരന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധീരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ എന്ന് മാത്രമല്ല, വിഷയഭോഗങ്ങളുടെ പ്രലോഭനങ്ങളെ തടുക്കാൻ കഴിയുന്നവൻ, അതാണ് ധീരൻ. അയാൾ ശ്രേയസ്കരമായിട്ടുള്ള പാതയിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും ആന്തരികമായ മാറ്റങ്ങളിലേക്കായിരിക്കും ശ്രദ്ധിക്കുന്നത്. മാറ്റങ്ങൾ എപ്പോഴും ഉള്ളിൽ നിന്നാണ് വരേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനായിട്ട് ശ്രമിക്കും. മറ്റുള്ള ആളോ, അവർ ബാഹ്യമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് ശ്രമിക്കും. അവിടെ യമധർമ്മൻ അവരെ വിളിക്കുന്ന പേര് മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ചിന്തിക്കാൻ കഴിവില്ലാത്തവർ, മന്ദബുദ്ധിയായിരിക്കുന്നവർ. നമ്മൾ ഏത് ഗ്രൂപ്പ് പെടും എന്ന് നമ്മൾ സ്വയം നോക്കാം. ശ്രേയസ്കരമായ ജ്ഞാനമാർഗവും പ്രേയസ്കരമായ ഇന്ദ്രിയ സുഖമാർഗവും മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിമാൻ അവയെ നല്ലപോലെ വിചാരം ചെയ്ത് ശ്രേയോമാർഗത്തിലൂടെ വേർതിരിച്ച് സ്വീകരിക്കുന്നു. ശ്രേയോമാർഗമാണ് തന്നെ ലക്ഷ്യത്തിലെത്തിക്കുകയെന്നും ഇന്ദ്രിയ സുഖങ്ങളുടെ മാർഗം അവസാനമില്ലാത്ത ജനന മരണ സ്വരൂപമായ സംസാരാനുഭവത്തിനെ കാരണമാവൂ എന്നും തിരിച്ചറിഞ്ഞ് വിവേകി ശ്രേയസിനെ സ്വീകരിക്കുന്നു. എന്നാൽ മന്ദബുദ്ധിയായ മനുഷ്യനാകട്ടെ താൽക്കാലിക സുഖത്തെ നോക്കിക്കൊണ്ട് പ്രേയസിനെ വരിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ സാരം. സംസാര ദുഃഖത്തിലേക്ക് വീണ്ടും വീണ്ടും വരിക, ഇതാണ് പ്രേയോമാർഗം. വീണ്ടും വീണ്ടും വരിക എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ജനിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ച്. പക്ഷേ ജനന മരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ തലത്തിൽ അതില്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കും അർത്ഥം? വീണ്ടും വീണ്ടും ദേഹങ്ങളുമായിട്ട് താതാത്മ്യപ്പെടേണ്ടി വരുന്നു. സംസാര ദുഃഖം അവസാനിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രേയോമാർഗത്തിലൂടെ പോകുമ്പം ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ദുഃഖങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. തൽക്കാലം എന്തെങ്കിലുമൊക്കെ നേടാൻ തോന്നും, പക്ഷെ ആ നേട്ടങ്ങളൊക്കെ താൽക്കാലികമാണ്. ഇതാണ് തിരിച്ചറിവ് എന്ന് പറഞ്ഞില്ല. ആത്മാനാത്മവിവേകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേദാന്തം പഠിക്കുന്നവർക്ക് വേണ്ട ഗുണങ്ങളിലൊന്നാണ് ആത്മാനാത്മവിവേകം, നിത്യാനിത്യ വിവേകം. ഭഗവത്ഗീതയുടെ രഥകൽപ്പന കഠോപനിഷത്തിൽ നിന്ന് എടുത്താണ് രഥകൽപ്പന. അതിൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥാനം, വിവേകബുദ്ധി അതുള്ള ആൾ, ഭഗവാൻ കൂടെ നിൽക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ വിവേകബുദ്ധിയുള്ള ആൾ, അതാണ് ധീരൻ. അവർ ശ്രേയോമാർഗത്തിനെ സ്വീകരിക്കുകയുള്ളൂ. പ്രേയോമാർഗത്തിൻ്റെ പ്രയോജനം എത്രയാണോ അതിനെ അത്രയും മാത്രം പ്രയോജനപ്പെടുത്തും. മുമ്പ് പറഞ്ഞല്ലോ, ശരീരം നിലനിൽക്കണം, ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ. ശരീരം നിലനിൽക്കണമെങ്കിലും നിൽക്കാൻ ആവശ്യമായതെല്ലാം വേണം. അതുകൊണ്ട് പ്രയോമാർഗത്തിനെ തള്ളിക്കളയാനാവില്ല. പ്രയോമാർഗത്തിനെ കർമ്മയോഗമാക്കി മാറ്റിക്കൊണ്ട് അതിനെ ശ്രേയോമാർഗമാക്കി മാറ്റണം. ഇതൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാനുള്ളതാണ്. ആദ്യം വേണ്ടത് വൈരാഗ്യ ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ വിഷയഭോഗങ്ങളുടെ നിസ്സാരത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ത്യജിക്കാനുള്ള കഴിവ് വേണം. അതിനോട് ഒട്ടിപ്പിടിക്കാതെ ആസക്തി ഇല്ലാതിരിക്കാനുള്ള കഴിവ് നേടിയെടുക്കാം. അടുത്ത മന്ത്രം നോക്കാം. സത്വം പ്രിയാൻ പ്രിയരൂപാശ്ച കാമാൻ അഭിദ്ധ്യായന്നജികേതോത്യസ്രാക്ഷീ നൈതാശൃംഗാം വിത്തമയീമവാപ്തോ യസ്യാമഞ്ജന്തി ബഹവോ മനുഷ്യാഃ. അല്ലയോ നചികേതസേ, വിരക്തനായ നീ പ്രിയങ്ങളും കാഴ്ചയിൽ പ്രിയങ്ങളെന്ന് തോന്നുന്നവയുമായ വിഷയങ്ങളെ നല്ലവണ്ണം വിചാരം ചെയ്ത് അറിഞ്ഞതിന് ശേഷം ഉപേക്ഷിച്ചു. യാതൊന്നിൽ
മനുഷ്യർ മുങ്ങുന്നുവോ അങ്ങനെയുള്ള ധനമയമായ മാർഗത്തെ നീ പ്രാപിച്ചില്ല. ഇവിടെ യമധർമ്മരാജാവ് മൃത്യുദേവൻ നചികേതസിൻ്റെ വൈരാഗ്യം കണ്ടിട്ട് സന്തോഷിക്കണം. കാരണം അങ്ങനെ ഒരു ശിഷ്യനെ കിട്ടാൻ പോവല്ലേ, നല്ല വൈരാഗ്യമുള്ളൊരു ശിഷ്യനെ കിട്ടുകയാണെങ്കിൽ അത്രയും വലിയ ഭാഗ്യമാണ്. ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ശിഷ്യരെ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ അനുഗ്രഹം. നല്ല ശിഷ്യരായിട്ട് മാറുക എന്നുള്ളതാണ് ഗുരുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ലത്. ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ശിഷ്യരാവണമെങ്കിൽ എന്ത് വേണം? ആധ്യാത്മിക മാർഗത്തിലാണെങ്കിൽ ആദ്യം വിരക്തിയാണ് വേണ്ടത്, വൈരാഗ്യ ബുദ്ധി വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ശത്രുതയല്ല, അവനവനെ നശിപ്പിക്കുന്ന വിഷയഭോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആത്മധൈര്യം വേണം. ആത്മബോധം തരുന്ന മാർഗങ്ങളിലേക്ക് ചരിക്കാനുള്ള ശക്തിയും വേണം. ഇത് രണ്ടും വേണം. അപ്പോഴേ വിരക്തി പൂർണ്ണമാവുന്നുള്ളൂ, വൈരാഗ്യം. അങ്ങനെ അത് തെളിയിച്ചു ഇപ്പം നചികേതസ്. അപ്പം മൃത്യു പറയാണ്, ഈ ധർമ്മബുദ്ധി കണ്ടിട്ട്, ഈ വൈരാഗ്യ ബുദ്ധി കണ്ടിട്ട് പറയാണ്, നീ എല്ലാ മനുഷ്യരും മുങ്ങിപ്പോകുന്ന പ്രയോഗമാർഗത്തിന് വേണ്ടാന്ന് വെച്ചു. എന്നാൽ കണ്ടാൽ ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഭാവനയിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അതിനും വേണ്ടാന്ന് വെച്ചു. ചിന്തിച്ചുകൊണ്ട് പോലും അത് വേണ്ട എന്ന് വെച്ചു. അതിനെക്കുറിച്ച് ചിന്തിക്കാനേ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും കിട്ടുന്ന അനുഭവങ്ങളിലേക്ക്, സുഖാനുഭവങ്ങളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലായി. അത് ബ്രഹ്മജ്ഞാനത്തിന് അർഹമായ ഒരു യോഗ്യതയാണ്. ശിഷ്യൻ അധികാരിയാണോ എന്ന് ഗുരു നോക്കണം. ജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്പെടില്ല, അധികാരികൾക്കാണ് പ്രയോജനപ്പെടുക. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗുരു ശിഷ്യൻ അധികാരിയാണോ എന്ന് വളരെ കാലം കൊണ്ട് പരീക്ഷിച്ചറിഞ്ഞതിൻ്റെ ശേഷമേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുള്ളൂ. നമ്മൾ പ്രശ്നോപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ അതിൽ കാണാം, അവിടെ ഋഷിമാരാണ് ഉപദേശം ചോദിച്ച് ചെല്ലുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ കുറച്ചു കാലം താമസിക്കും, എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാനും നിങ്ങളും കൂടി കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചതിൻ്റെ ശേഷം നിങ്ങൾ എന്താണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ചോദിക്കൂ, അപ്പോൾ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ പറ. അത്ര പരീക്ഷണങ്ങളാണ് ഇവിടെ. ഏതായാലും നചികേതസ് ആ ആത്മജ്ഞാനം നേടാനുള്ള യോഗ്യത തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നചികേതസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നചികേതസിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ യോഗ്യതയുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ട, അവലോകനം ചെയ്യേണ്ട സമയമാണിപ്പോൾ. എന്തെല്ലാം വിഷയഭോഗങ്ങൾ എന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സ് ആസക്തമായി പോകുന്നുണ്ട്, ഏതെല്ലാം സമയങ്ങളിൽ ഞാൻ എന്നെക്കുറിച്ച് മറന്നു പോകുന്നുണ്ട്, എൻ്റെ ആത്മബോധം അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ് എന്ന ആ സത്യത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നുണ്ട്. ഇതൊക്കെ തിയറിറ്റിക്കലി നമുക്കറിയാം, പക്ഷെ നമുക്ക് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. എന്താണ് നമ്മളുടെ പ്രശ്നം? മറവിയാണ് പ്രശ്നം വേദാന്തത്തിൽ. ശരിക്കും വേദാന്തത്തിൽ എന്താ പറയുക? മോക്ഷം നേടാനില്ല എന്നാ പറയാം. മോക്ഷം നേടേണ്ട ആവശ്യമേ ഇല്ല, കാരണം നമ്മളെപ്പോഴും മോക്ഷത്തിലാണ്. പിന്നെ എന്തുകൊണ്ട് ദുഃഖം ഉണ്ടാവുന്നു? ഞാൻ മോക്ഷത്തിലാണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ വിസ്മൃതിയാണ് പ്രശ്നം, നമ്മൾ മറവിയാണ് നമ്മുടെ പ്രശ്നം. മറവിയെ മാറ്റാനാണ് സ്വാധ്യായം വേണ്ടത്. ഇപ്പോൾ തൈത്തിരീയ ഉപനിഷത്ത് പഠിക്കുമ്പോൾ, ഇന്നിപ്പോൾ ഞങ്ങളെ ക്ലാസ്സിൽ ചൊല്ലിയിട്ട് വന്നുള്ളൂ, 12 പ്രാവശ്യമാണ് സ്വാധ്യായ പ്രവചനേച്ച എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാധ്യായം, ആത്മജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിക്കണം. പഠിപ്പിക്കുമ്പോൾ എന്താ ഗുണം ഉണ്ടാവുക? നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കാൻ തുടങ്ങും. എന്നാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന പോലെയല്ല. ആത്മജ്ഞാനത്തിലേക്ക് അടുക്കും തോറും അതിനനുസരിച്ച് അനുഭവങ്ങൾ ഉണ്ടാവും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളും കൂടി ചേർത്തിട്ടാണ് പറഞ്ഞു കൊടുക്കുക. അപ്പം അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പം അതൊരിക്കലും ചെയ്യാതിരിക്കരുത് എന്ന് ഋഷിമാരിനെ പറഞ്ഞിട്ടുണ്ട്. ഋഷി ഋണം വീട്ടണം, അങ്ങനെ അവർ പറഞ്ഞു തന്നത്. ഇപ്പം നമ്മൾ കഠോപനിഷത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലായ കാര്യങ്ങൾ വേണ്ട വിധം ചിന്തിച്ച് മനനം ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ജീവിതചര്യയിലും പ്രവൃത്തികളിലൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ വരുത്തി സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ്? വാക്കുക മാത്രമല്ല, പ്രവൃത്തിയിൽ നമ്മളെ കണ്ട് സമൂഹം പഠിക്കാൻ തുടങ്ങണം, മാതൃകയായിട്ട് മാറണം. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാഹ. അപ്പം ആ ഒരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മളെ കണ്ട് ലോകം പഠിക്കും. ഇതാണ്, ഇങ്ങനെയാണ് വേണ്ടത്. നമ്മൾ മഹാത്മാക്കളൊക്കെ മാതൃകയാക്കുന്നത് അതുകൊണ്ടാണ്. അവരെ കണ്ടുപഠിക്കുകയാണ്, അവർ തത്വങ്ങൾ ജീവിച്ച് കാണിക്കും. അപ്പോൾ ഇവിടെ നചികേതസ് ആദ്യം തന്നെ ആ അറിവിന് അധികാരിയാണ് എന്ന് തെളിയിച്ചു. എന്ന് പറഞ്ഞാൽ
ഈ അറിവിന് അധികാരിയാണ് എന്ന് തെളിയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ആരോടാ തെളിയിക്കേണ്ടത്? അവനവനോട്. നമ്മളുടെ ഉള്ളിലാണ് ഗുരു ഉള്ളത്. സർവസ്യ ജാഹം ഹൃദി സന്നിവിഷ്ടാന്ന് ഭഗവാൻ പറഞ്ഞ, എല്ലാവരുടെ ഉള്ളിലാണ് ഞാൻ എന്ന് പറഞ്ഞ അവനവൻ്റെ ഉള്ളിൽ നമ്മളുടെ സകല കർമ്മങ്ങൾക്കും സാക്ഷിയായും കൊണ്ട് ഗുരുസ്ഥാനത്ത് ഗുരുവായും കൊണ്ട് ആന്തരികമായിട്ടൊരു ഗുരുവുണ്ട്, എല്ലാവർക്കും സാക്ഷിയായും കൊണ്ട് ഭഗവാനുണ്ട്, ഇല്ലേ, പരമാത്മാവുണ്ട്. ആ പരമാത്മാവിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ആദ്യം വാങ്ങേണ്ടത്. എനിക്ക് ഇത് മനസ്സിലാക്കാനുള്ള, എനിക്ക് പരമാത്മാവിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവുണ്ട് എന്ന് ബോധിപ്പിക്കണം. അത് പരമാത്മാവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ? പരമാത്മാവ് സർവജ്ഞാനിയല്ലേ എന്ന് ചോദിക്കും. സർവജ്ഞാനിയാണ്, പക്ഷെ നമ്മളതല്ലല്ലോ, നമ്മൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ പരമാത്മാവിനെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെ ബോധിപ്പിക്കുക എന്നാണ്. ഞാൻ വഴി തെറ്റിപ്പോകുന്നുണ്ടോ? ആധ്യാത്മികമായ പാതയിൽ സഞ്ചരിക്കുമ്പോൾ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ മനസ്സ് എന്നെ ഓരോ വഴിക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഓർമ്മിക്കാനുണ്ട്. ദൂരമേതേ വിപരീതേ വിഷൂജി അവിദ്യായാച വിദ്യേതി ജ്ഞാത വിദ്യാഭീപ്സിനം നചികേതസം മന്യേ നത്വാ കാമ ബഹവോ ലോലുപന്ത. യാതൊന്ന് അവിദ്യയെന്നും വിദ്യയെന്നും അറിയപ്പെട്ടിരിക്കുന്നുവോ ഇവ രണ്ടും അത്യന്തം വിപരീത ദിശകളിലുള്ളതാണ്, വിപരീത സ്വരൂപങ്ങളോട് കൂടിയതാണ്. നചികേതസിനെ വിദ്യയിൽ ആഗ്രഹമുള്ളവനെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്നെ ബഹുവിധ കാമങ്ങൾ പ്രലോഭിപ്പിച്ചില്ല. അപ്പം യമൻ പരീക്ഷിച്ചതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലും ഒരുതരം പ്രലോഭനങ്ങളുണ്ട്. നീ ഭയങ്കര കേമനാട്ടോ, നീ സൂപ്പറാടാ പറയില്ലേ, അത് തന്നെയാണ് പറയുന്നത്. അതിൽ വീണു പോകും ചിലവർ. അതും സൂക്ഷിക്കാണ്ട്. നമ്മളെവിടെയും പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അയാൾ കേമനാട്ടോ അല്ലെങ്കിൽ അവർ കേമനാട്ടോ എന്നൊക്കെ പറയും. അപ്പം നമുക്ക് സന്തോഷമൊക്കെ തോന്നിയാലും നമ്മൾ ഉടനെ ആലോചിക്കണം, എൻ്റെ ഉള്ളിലൊരു അമ്പട കേമ എന്ന് വന്നു പോകുന്നുണ്ടോ? അവിടെ നമ്മളുടെ പതനം തുടങ്ങി. അപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ നല്ലവരാണെങ്കിൽ ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗുരുവിനോട് കടപ്പാടുമായിട്ടിരിക്കണം. ഓക്കെ, എന്നെക്കുറിച്ച് അവർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, അത് ഗുരുവിൻ്റെ കൃപയാണ്, ഗുരുവിൻ്റെ കടാക്ഷം. ആ ക്രെഡിറ്റ് മുഴുവൻ ഗുരുവിനുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ട്രാപ്പിൽ പെട്ടുപോകും. ഇവിടെ എന്താ പറഞ്ഞേ? നചികേതസിനെ വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും അറിയാം. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. അതിൻ്റെ ലക്ഷ്യവും പരസ്പരം വിരുദ്ധമാണ്, വിരുദ്ധ സ്വഭാവങ്ങളുമാണ്, ഭിന്ന ലക്ഷ്യങ്ങളോട് കൂടിയതുമാണ് എന്ന് നചികേതസിന് അറിയാമല്ലോ എന്ന് യമൻ പറയണം. അതുകൊണ്ട് നിനക്ക് വിദ്യയിൽ നല്ല ആഗ്രഹമുണ്ട്. കാരണം എന്താണ്? അവിദ്യ ദുഃഖം കൊണ്ടുതരും, പാപത്തിലേക്ക് നയിക്കും, ദുഃഖത്തിലേക്ക് നയിക്കും. അപ്പം വിദ്യ വേണം. ഇവിടെ നമ്മളൊരു കാര്യം ആധ്യാത്മിക വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു വിദ്യയാണ് നമ്മൾ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. നമ്മളിതിനെക്കുറിച്ച് മുമ്പ് ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. പരാവിദ്യ അപരാവിദ്യ എന്നൊക്കെ പഠിച്ചു. ഇത് രണ്ടും വിദ്യ തന്നെയാണ്. അപ്പം വിദ്യാവിദ്യായ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കാണും. രണ്ടും ദേവിയുടെ രൂപം തന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ രണ്ടും രണ്ട് വഴിക്കാണ് പോകുന്നത്. നമ്മൾ ആത്മബോധത്തിലേക്കുള്ള വഴിയിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ ശ്രേയോമാർഗത്തിലേക്ക് നീങ്ങണമെങ്കിൽ ആദ്യം ആധ്യാത്മികമായുള്ള വിദ്യയാണ് വേണ്ടത്. നചികേതസിന് അതിൽ താല്പര്യമുണ്ട് എന്ന് യമന് മനസ്സിലായി. അവിദ്യ കൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളെ കിട്ടും, വിദ്യ കൊണ്ട് ആധ്യാത്മികമായ ബോധമുണ്ടാവും. ഇതാണ് വ്യത്യാസം. പക്ഷേ ഇത് രണ്ടും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു തലത്തിൽ വരെ എത്തുന്നുള്ളൂ, ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ഇതിനെ രണ്ടിനെയും ഉപേക്ഷിക്കണം. ഇതിന് പറയുന്ന ഒരു ഉദാഹരണം പറയും. അപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് കാലിൽ ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ വേറൊരു മുള്ളു കൊണ്ട് അതിനെ തോണ്ടിയെടുക്കും, എന്നിട്ട് രണ്ട് മുള്ളു ഉപേക്ഷിക്കും, എന്നാലും മുന്നോട്ടുള്ള യാത്ര പോകുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. വിദ്യ കൊണ്ട് അവിദ്യയെ ഇല്ലാണ്ടാക്കണം, എന്നിട്ട് വിദ്യയെ ഉപേക്ഷിക്കണം. വിദ്യാവിദ്യയ്ക്ക് കാരണമായിരിക്കുന്ന അല്ലെങ്കിൽ അടിസ്ഥാനമായിരിക്കുന്ന ബ്രഹ്മത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. ഇതാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ യമൻ പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ ഞാൻ ഈ കാമ്യങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ തന്നു, മോഹങ്ങൾ തന്നു, ഒരുപാട് പ്രലോഭനങ്ങൾ തന്നു, പക്ഷെ ഇതൊന്നും നിന്നെ പ്രലോഭിപ്പിച്ചില്ലല്ലോ നചികേതസേ. അതുകൊണ്ട് നീ അധികാരിയാണ് എന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു.
അവിദ്യായാ മന്ദരേ വർത്തമാനാഃ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാഃ ദന്ത്രമ്യമാണാ പര്യന്തി മൂഢാഃ അന്ധേനൈവ നീയമാനാ യഥാന്ധാഃ. ഇവിടെ പറയുന്നത് അവിദ്യയിൽ സ്ഥിതി ചെയ്യുന്നവരും തന്നെത്താൻ ബുദ്ധിമാന്മാരാണെന്ന് അഭിമാനിക്കുന്നവരും പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവരും അത്യന്ത കുടിലങ്ങളായ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവരുമായ മൂഢന്മാർ അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധരെ പോലെ ചുറ്റിത്തിരിയുന്നു. യഥാർത്ഥ ഗുരുവിനെ അല്ലാതെ ആരെയെങ്കിലും ആശ്രയിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയാണത്. ചിലരൊക്കെ നമ്മൾ പണ്ഡിതന്മാരാണെന്ന് നമ്മൾ വിചാരിക്കും. ചിലരുടെ വേഷം കണ്ടിട്ട്, ചിലരുടെ ഭാവം കണ്ടിട്ട്, ചിലരുടെ ഭാഷ കേട്ടിട്ട്, അല്ലേ? നമ്മൾ സാധാരണ മനുഷ്യന്മാർ പറഞ്ഞ പോലെ മേഘം, നഖം എന്നൊക്കെ പറയും. ഇവരെ നഖം, മേഘം എന്നൊക്കെ കണ്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇവർ ഭയങ്കര കേമന്മാരാട്ടോ, എന്നാൽ ഇവരുടെ അടുത്ത് നിന്ന് കണ്ട് പഠിക്കുക വിചാരിക്കും. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് വേഷം കെട്ട്. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് ഭജഗോവിന്ദത്ത് പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ വിദ്യയും അവിദ്യയും ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ വേണ്ടത് കിട്ടാതെ നമ്മൾ നശിച്ചു പോകും. അന്ധരെ നയിക്കുന്നത് പോലെ അന്ധനെ കണ്ടു കാണില്ല, അയാളും പിടിച്ചുകൊണ്ട് നടന്നാൽ അയാൾ എവിടെയെല്ലാം വഴി പോയി വീഴുന്നു അവിടെയൊക്കെ പോയി വീഴേണ്ടി വരും. പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവരും വേഷം കെട്ടുന്നവരും നമ്മളെ സംസാര മാർഗത്തിൽ തന്നെ കൊണ്ടുപോയി കുടുക്കിയിടും. എത്രയെത്ര സപ്താഹങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയെത്ര ക്ലാസ്സുകൾ, ഭഗവത്ഗീത, ജ്ഞാനയജ്ഞം, ഭാഗവത സപ്താഹം, നാരായണീയം ക്ലാസ്, എന്തെല്ലാം കേട്ടു. എന്തുകൊണ്ടത് മുഴുവനാവാത്തത്, മുന്നോട്ട് പോവാത്തത്? നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിയിട്ടുള്ള ആൾ വേണം. മറ്റുള്ളവർക്ക് ഇങ്ങനെ ആ പുസ്തകം വായിച്ചുള്ള അറിവ് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ആത്മജ്ഞാനത്തിലേക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആത്മജ്ഞാനിയായിട്ടുള്ള ഗുരുവിനെ തന്നെ ആശ്രയിക്കണം. ഇവിടെ നചികേതസ് എത്തിച്ചേർന്നിരിക്കുന്നത് യമൻ്റെ മുന്നിലാണ്, അർജുനൻ ചെന്ന് നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ മുന്നിലാണ്. ഇനിയിപ്പോൾ മഹാബലിയുടെ കാര്യം പറഞ്ഞാലോ വാമനൻ്റെ മുന്നിലാണ്, ആത്മജ്ഞാനികളുടെ മുന്നിലാണ്. ജനക മഹാരാജാവിൻ്റെ കാര്യം നോക്കാൻ അഷ്ടാവക്രൻ്റെ മുന്നിലാണ്. ഇവരൊക്കെ ആത്മജ്ഞാനികളാണ്. ഭാഗവതത്തിലും അങ്ങനെ തന്നെ. അപ്പം അങ്ങനത്തെ ആൾക്കാർ, മറ്റുള്ളവരൊക്കെ എന്താ പുസ്തകം വായിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയാം. കാരണം അവരെ വേണ്ടത്ര അറിവിലേക്ക് എത്തിയിട്ടില്ല, ആത്മജ്ഞാനത്തിൽ എത്തിയിട്ടില്ല. അവർ യാത്രയിൽ അവർ കണ്ട കാര്യങ്ങൾ പറയുന്നു. എപ്പോഴും ആധ്യാത്മികമായ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആത്മജ്ഞാനിയായിട്ടുള്ള ഗുരുവിനെ തന്നെ ആശ്രയിക്കണം. ഇല്ലെങ്കിൽ വഴിയിൽ വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. പരമാർത്ഥമായിട്ടുള്ള അതായത് പരമാത്മബോധത്തിലെത്തിയിട്ടുള്ള ജ്ഞാനികളെ ആശ്രയിക്കണം. അവരെന്തു പറയണോ അത് അനുഷ്ഠിക്കണം. ഇല്ലെങ്കിൽ സംസാരത്തിൽ ചുറ്റിത്തിരിയേണ്ടി വരും. തൈത്തിരീയ ഉപനിഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ശിഷ്യാനുശാസനം ശിക്ഷാവല്ലിയുള്ളൊരു ഭാഗമാണ്. അവിടെ വിദ്യയെല്ലാം കഴിഞ്ഞ് പാസ് ഔട്ട് ആവുക പറയില്ലേ, ഇപ്പോൾ കോളേജിലൊക്കെ പറയുന്ന കോൺവൊക്കേഷൻ സെറിമണി, അങ്ങനെ ആ സെറിമണീൻ്റെ സമയത്ത് പറയുന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട്. അതിൽ പറയുന്ന എപ്പോഴൊക്കെ സംശയങ്ങൾ വരുന്നു അപ്പോൾ ആത്മജ്ഞാനികളെ, അവിടെ ബ്രാഹ്മണർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബ്രാഹ്മണരെ സമീപിക്കണതാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ പൂണൂലിട്ടവർ എന്നല്ല അർത്ഥം, ബ്രഹ്മജ്ഞാനികൾ എന്നാണ് അർത്ഥം. അപ്പോൾ ആത്മജ്ഞാനികളെ, ബ്രഹ്മജ്ഞാനികളെ സമീപിച്ചിട്ട് സംശയനിവൃത്തി വരുത്തണം എന്ന് കൃത്യമായിട്ട് ഉപദേശിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഹിന്ദു സമൂഹത്തിൽ ഗുരുവിനൊരു സ്ഥാനമുണ്ട്. അതെന്തിനാണ്? ലോകത്തിനെ നേർവഴിക്ക് നയിക്കുകയാണ്. എന്നിട്ട് ലോകം നേർവഴിക്ക് നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഗുരുവിനെ ആശ്രയിച്ചില്ല. അതൊക്കെ പഴഞ്ചനാണ്, അതൊക്കെ പ്രാകൃതമാണ്, ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ ലോകത്തിൻ്റെ പിന്നാലെ പോകും. എന്നിട്ട് പണ്ടത്തേനേക്കാളും വലിയ കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടിൻ്റെ രൂപം മാറിയെന്നുള്ളൂ, അനുഭവം സെയിം തന്നെയാണ്, ദുരിതം തന്നെയാണ്. കാരണം എന്താണ്? ഈ സ്ഥാനത്തിരിക്കുന്ന ഗുരുവിനെ ആശ്രയിച്ചില്ല. ഇല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഗുരു എന്നൊരു സങ്കല്പം വേണ്ട പോലെ ആയിട്ടില്ല. പലർക്കും വേഷവിധാനങ്ങൾ, ഇല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഫോളോവേഴ്സ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ടൊക്കെയാണ് ഗുരു. പക്ഷെ നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം മാറ്റം വരുത്താൻ ഗുരുവിന് സാധിക്കുന്നുണ്ട്. ഒരിക്കലും ഇത് ഞാൻ ഒരാശ്രമത്തിൽ പോയിട്ട് ഒരു സ്വാമിയോട് ചോദിച്ച ചോദ്യമാണ്. അപ്പം അദ്ദേഹം എൻ്റെ ജാതകമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ഗുരു ഉണ്ടാവും എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ടെൻഷനിലായി, ഇനിയിപ്പോൾ ഇങ്ങനെ തിരിച്ചറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അത് ഓക്കെ 3 ഗുരു എന്നുള്ളത് ഓക്കെ, പക്ഷേ ഇതിൽ എൻ്റെ യഥാർത്ഥ ഗുരു ആരാണ്, യഥാർത്ഥ ഗുരുവിനെ ഞാൻ എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്വാമി എനിക്ക് തന്ന ഉത്തരം, എപ്പോഴാണോ നിനക്ക് ആന്തരികമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്, ആരെ കണ്ടതിന് ശേഷമാണോ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തിയിലൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്, അതാണ് ഗുരു, അതാണ് നിൻ്റെ യഥാർത്ഥ ഗുരു, നിന്നെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഗുരു. അത് ക്ലിയറാണ് ആൻസർ അന്നേരം. അല്ലാതെ നമുക്ക് ഒരുപാട് ഗുരു ഉണ്ട് ഇല്ല, ഇപ്പം പറയണ പോക്കറ്റ് അടിക്കാൻ വരെ ഗുരുവാണെന്നാണ് പറയാം. അപ്പം അതല്ല, ആന്തരികമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ. പുട്ടപർത്തി സത്യസായിബാബയുടെ അടുത്ത് പോയൊരു നക്സൽ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവ കഥയിൽ പറഞ്ഞത് അങ്ങനെയാണ്. നക്സൽ നേതാവാണ്, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾ, കേരളത്തിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹം പുട്ടപർത്തി പോയി സത്യസായിബാബയുടെ അടുത്ത് പോയിട്ട് അവിടെ കൂടി, പിന്നെ വന്നില്ല. അപ്പോൾ പലരും കളിയാക്കി, നിങ്ങൾ ഈ ഇത്രയും തീവ്ര ഇടതുപക്ഷമായിട്ടൊക്കെ നടന്ന ഒരാൾ, നിരീശ്വരവാദമായിട്ട് നടന്ന ആൾ എങ്ങനെ അവിടെ ചെന്ന് പെട്ടു? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. എൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ലക്ഷ്യം മാറിയിട്ടില്ല, പക്ഷെ എൻ്റെ മാർഗം തെറ്റായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഇവിടെ വന്നപ്പോഴാണ്. ഇപ്പം ലോകത്തിൻ്റെ ദുഃഖനിവൃത്തി തന്നെയായിരുന്നു ആൾ, ലോകത്തിൻ്റെ കണ്ണീരൊപ്പം തന്നെയായിരുന്നു ആൾ പുറപ്പെട്ടെ, പക്ഷേ ആ മാർഗം തെറ്റായിരുന്നു. ആയുധം എടുത്തുള്ള വിപ്ലവം കൊണ്ടൊന്നും ലോകത്തിൻ്റെ കണ്ണീരൊപ്പാൻ പറ്റില്ല, സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടേ പറ്റുള്ളൂ. അവനവൻ്റെ ഉള്ളിൽ ആന്തരികമായ ശക്തി ഉണർത്തിക്കൊണ്ട് അത് സാധിക്കുള്ളൂ എന്ന് മനസ്സിലായത് ഒരു ഗുരുവിനെ കിട്ടിയപ്പോഴാണ്. സത്യസായിബാബയുടെ അടുത്ത് വന്നപ്പോഴാണ് ഈ മാറ്റം ഉണ്ടായത്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. പലരും പല സ്ഥലത്ത് ഓടിപ്പോയിട്ട് മേനെ ഗുരു ബനായ പറഞ്ഞു. അങ്ങനെ വെറുതെ ആളെ ഫോട്ടോ വെക്കാനുള്ള ഗുരു അല്ല വേണ്ട. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആരാണ് ആ മാറ്റത്തിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതാണ് ഗുരു. അങ്ങനത്തെ ഗുരുവിനെ വേണം ആശ്രയിക്കാൻ. അല്ലാത്തവർ ഈ വേഷം കെട്ടിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സംസാര നിവൃത്തി ഉണ്ടാവില്ല എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കണം. നസാം പരായ പ്രതിഭാതിബാലം പ്രമാദ്യന്തം വിത്തമോഹേന മൂഢം അയം ലോകോ നാസ്തി പര ഇതി മാനി പുനർവശമാപദ്യതേ മേ. ധനമോഹം കൊണ്ട് ബുദ്ധികെട്ടവനും ചഞ്ചല സ്വഭാവം കൊണ്ട് ബാലിശനുമായ ഒരുവന് പരലോക ജീവിതത്തെ ശോഭനമാക്കി തീർക്കുന്ന ആധ്യാത്മിക സാധന പ്രകാശിക്കുന്നില്ല. ഇതാണ് ലോകം, പരലോകമെന്നൊന്നില്ല. ഇപ്രകാരം വിചാരിക്കുന്നവൻ വീണ്ടും വീണ്ടും എൻ്റെ അധീനതയെ പ്രാപിക്കുന്നു. യമധർമ്മൻ പറയുന്നു, പരലോകം എന്നൊന്നില്ല. യുക്തിവാദികളെ നിരീശ്വരവാദികളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത്. അതായത് ഈ കാണുന്നതാണ് സത്യം, ഇതേ ഉള്ളൂ, ഇതിലപ്പുറം ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഈ വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആള് എൻ്റെ അധീനതയിലാണ്. അവൻ എപ്പോഴും മരണത്തിൻ്റെ പിടിയിലാണ്. മരണത്തിൻ്റെ പിടിയിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയത്തിലാണ്, ദുഃഖത്തിലാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്, നശ്വരനാണ്. അങ്ങനെയുള്ള ആൾക്കാർ ധനത്തിലുള്ള അത്യാഗ്രഹം, അവനെ വിളിച്ചിരിക്കുന്നത് മൂഢൻ എന്നാണ്. ജീവിത ലക്ഷ്യത്തെ വിസ്മരിച്ചവൻ, അജ്ഞൻ. ഇങ്ങനെയുള്ളവർക്ക് ധനത്തിൽ ആഗ്രഹം, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഏഷണാത്രയങ്ങൾക്ക് വശപ്പെട്ടു പോയവന് ഒരിക്കലും ആധ്യാത്മിക സാധന പ്രകാശിക്കാൻ പോകുന്നില്ല. ഇത് ആധ്യാത്മികമായിട്ടുള്ള ബോധം ഉണ്ടാവില്ല, ആത്മജ്ഞാനം ഉണ്ടാവില്ല. അത് പറയുന്ന ആരാ? ഗുരുവാണ്. ഇതെന്തിനാ പറയുന്നത്? അതിനോട് ആസക്തി വരാതിരിക്കാനാണ്. അപ്പം ധനത്തിന് ധനം വേണം, നമ്മൾ കണ്ടു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം കണ്ടു. പക്ഷെ അതിൻ്റെയൊക്കെ ലക്ഷ്യമുണ്ട്. ഇതൊക്കെ നേടിയെടുക്കുന്ന എന്തിനാണ്? ഇത് മൂന്നും മാർഗമാണ്, മോക്ഷമാണ് ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെ മോക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ വേണം ബാക്കി മൂന്നും. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തൊക്കെ നമ്മളെ മോക്ഷത്തിൽ നിന്ന് അകറ്റുമോ അതൊക്കെ ഉപേക്ഷിക്കാനുള്ളതാണ് ആസക്തി. അതിനാൽ ഈ വിഷയഭോഗങ്ങളാൽ ബന്ധിക്കപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സംസാര ദുഃഖം മാറണമെങ്കിൽ സംസാരത്തിൽ നിന്ന് തന്നെ മാറണം. സംസാരത്തിൽ ഇരുന്നു കൊണ്ട് സംസാര ദുഃഖം
മാറും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. വെള്ളത്തിലിറങ്ങി എന്തായാലും നനയും. അപ്പോൾ വെള്ളത്തിൽ നനയാതിരിക്കുക എന്നുള്ള ഒരു സൂത്രം പഠിച്ചെടുക്കുക. അതുകൊണ്ട് ഇപ്പോൾ താമരയൊക്കെ തന്നെയാണ് ഹിന്ദുവിൻ്റെ ചിഹ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താമര. ഇത് തന്നെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കും, വെള്ളത്താൽ സ്വാധീനിക്കപ്പെടാതെ നനയാതിരിക്കുക. അതാണ് ഇതിൻ്റെ അർത്ഥം. സംസാരമാകുന്ന സാഗരത്തിൽ വീണാലും നനയാതെ മുങ്ങാതിരിക്കുക. പക്ഷെ സംസാരത്തിനെ തന്നെ ആശ്രയിക്കുന്നവർക്ക് എന്താ സ്ഥിതി? അതിൻ്റെ സ്വഭാവമൊക്കെ നോക്കേണ്ടി വരും. സംസാരത്തിൻ്റെ സ്വഭാവം എന്താണ്? ജനിമൃതികളാണ്. അപ്പോൾ അവർ എപ്പോഴും ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞു പോകും. അവരൊരിക്കലും ആത്യന്തികമായൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് നമ്മൾ ജീവിക്കുമ്പോൾ, ജീവിതത്തിൽ ഓരോ നേട്ടങ്ങളും നേടുമ്പോഴും പരമമായ ലക്ഷ്യം ഈ നേട്ടങ്ങളല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏഴാമത്തെ നോക്കാം. ശ്രവണായാപി ബഹുബിർയോ ന ലഭ്യ ശൃണ്വന്തോപി ബഹവോ യന്ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഃ. യാതൊരു പരമാത്മതത്വം അനേകം പേർക്ക് കേട്ടറിയാൻ തന്നെ തരപ്പെടുന്നില്ലയോ, ശ്രവിക്കാൻ കഴിഞ്ഞവരിൽ തന്നെ അനേകം പേർക്ക് അതിനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ വക്താവ് അത്ഭുത വസ്തു പോലെ അപൂർവനാകുന്നു. ഇതിൻ്റെ ലബ്ധാവ് സമർത്ഥനാകുന്നു. സമർത്ഥനായ ആചാര്യനാൽ ഉപദേശിക്കപ്പെട്ട ആത്മജ്ഞാനി ആശ്ചര്യമയനും പരമദുർലഭനുമാണ്. ഈ അറിവിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഇത് പറയുന്ന ആളെക്കുറിച്ചും കേൾക്കുന്ന ആളെക്കുറിച്ചും. ഈ പരമാത്മതത്വം പലർക്കും, ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും കേട്ടറിയാൻ പോലും കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഇപ്പം നമ്മൾക്കത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെനിക്ക് തോന്നുന്നില്ല, ഇപ്പം നമ്മളൊരു 99% ഈ ക്ലാസ് ഇപ്പോൾ ചെയ്യുന്നവരും ഏതെങ്കിലും ഒരു കാലത്ത് കഠോപനിഷത്ത് ഇത്രയെങ്കിലും അറിയാൻ ശ്രമിക്കും. ഇതിപ്പോൾ പൂർണ്ണമായ അറിവാണ് എന്നും പറയുന്നില്ല, ഒരു പരിചയപ്പെടലാണെന്ന് നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞു. ഉപനിഷത്തിനെ പരിചയപ്പെടലാണെന്ന്. കുറച്ച് ആൾക്കാർക്ക് ഇനി അതിനുള്ള ഭാഗ്യം ഉണ്ടാവുന്നുള്ളൂ. ഈ കേട്ടവരിൽ തന്നെ എത്രത്തോളം ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും അതും അതിലേറെ കുറവാണ്. വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക. കാരണം അതിന് നല്ല സാമർഥ്യം വേണം എന്ന് പറയണം. എന്നാത്ത സാമർഥ്യം എന്ന് പറഞ്ഞാൽ കണ്ണിങ് എന്ന അർത്ഥത്തിലല്ല, ഇൻ്റലിജൻസ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി, സൂക്ഷ്മമായ ബുദ്ധിയോടുകൂടി വേണം ഇതിനെ സമീപിക്കാൻ. അങ്ങനത്തെ ആൾക്കാർ കുറവാണ്. കാരണം കുറച്ചെന്തെങ്കിലും ആലോചിച്ച് വരുമ്പോഴേക്കും വേറെ സ്ഥലത്തേക്ക് മനസ്സ് ഓടിപ്പോവും, പിന്നെ അതിൻ്റെ പിന്നാലെ പോവും. സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല ആത്മീയമായ പഠനം. ആത്മീയ പഠനം എപ്പോഴും അവനവൻ്റെ ഉള്ളിലേക്കാണ്. നമ്മൾ അവനവനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സ്കൂളിലെ പഠനം, പുറത്തുള്ള പഠനമൊക്കെ പിന്നെന്താണ് പറയുക, ഒബ്ജക്റ്റീവ് സയൻസാണ്. ഒബ്ജക്ട്സിനെ കുറിച്ചാണ്, വസ്തുക്കളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആത്മീയ പഠനം സബ്ജക്റ്റീവ് സയൻസാണ്. ആരാണോ പഠിക്കുന്നത് അയാളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഉള്ളിലേക്കാണ് പഠനം. ഇവിടെയാണ് ഈ ആധ്യാത്മികമായ സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. വെറുതെ പുസ്തകം പഠിച്ചുകൊണ്ടോ ശ്ലോകം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മാർക്ക് വാങ്ങാനോ റാങ്ക് വാങ്ങാനോ ഉള്ള പഠനം അല്ല ഇത്. ദുഃഖങ്ങളെ മാറ്റാനുള്ള പഠനം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് ഇങ്ങനെ ഈ അറിവ് കിട്ടുന്നത് തന്നെ, കേൾക്കുന്നത് തന്നെ വളരെ കുറവാണ്. കേട്ടവർക്ക് മനസ്സിലാവുന്നതോ അതിലേറെ കുറവാണ്. ഇനി എന്ത് പറഞ്ഞു? ഇത് പറയുന്ന ആൾ, ഉപദേഷ്ടാവ് ഇല്ലെങ്കിൽ ആചാര്യസ്ഥാനത്തിരിക്കുന്ന ആൾ അത്ഭുത വസ്തു പോലെ അപൂർവനാകുന്നു. കേട്ട് മനസ്സിലാക്കിയില്ലേ, അറിയുന്ന ആൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ പറയുന്നവർ അതിലേറെ കുറവാണെന്നാണ്. അതുകൊണ്ടാണ് അത്ഭുത വസ്തു എന്ന് പറയുന്നത്. വളരെ റെയറായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം എന്നാണ് പറയാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്ന ആൾ വളരെ ഒരു അത്ഭുത വസ്തു പോലെയാണെന്നാണ് യമൻ പറയുന്നത്, ആചാര്യൻ ആയിട്ടിരിക്കുന്ന ആൾ. അതിലപ്പുറം ഇത് കിട്ടുന്ന ആൾ, ഈ അറിവ് കിട്ടുന്ന ആളോ, അവൻ കുശലൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ ആണെന്ന്. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കാം. അതിനാണ് കൗശലം എന്ന് പറയുന്നത്. അല്ലാതെ അത് സൂത്രം എന്ന അർത്ഥത്തിലല്ല, കണ്ണിങ് എന്ന അർത്ഥത്തിലല്ല. യോഗ കർമ്മസു കൗശലം. ഇവിടെ കൗശലം എന്ന പദം നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്.
അതായത് കർമ്മവാസനകൾ വരാത്ത വിധം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനുള്ള കഴിവ്. അങ്ങനെയാണ്. അപ്പോൾ ആ കഴിവുള്ള ആളാണ് ശിഷ്യൻ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അറിവിൻ്റെ പ്രത്യേകത പറഞ്ഞു, അറിവ് ഉപദേശിക്കുന്ന ആളുടെ പ്രത്യേകത പറഞ്ഞു, അറിവ് സ്വീകരിക്കുന്ന ആളുടെ, കിട്ടുന്ന ആളുടെ പ്രത്യേകതയും പറഞ്ഞു. ഇങ്ങനെ ഇത് മൂന്നും കൂടി ചേരുക എന്നുള്ളത് വളരെ ദുർലഭമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം വന്നു ചേർന്നാൽ അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. ആത്മവിദ്യ വളരെ ദുർലഭമാണ്. ആത്മവിദ്യയുടെ ദുർലഭത, മഹത്വം ഇതിവിടെ യമധർമ്മ രാജാവ് പറഞ്ഞു. ഇനി അത്ര സുഹൃതിയായിട്ടുള്ള ഒരാൾക്ക് അത് പറയാനും കേൾക്കാനും പറ്റുള്ളൂ. ഇത് കേട്ട് മനസ്സിലാക്കുന്ന ആൾക്ക് അതിനുള്ള കഴിവും കൂടി വേണം ജീവിതത്തിൽ പകർത്താൻ. അപ്പോൾ ഇതെല്ലാം വളരെ അപൂർവമാണ്. ഈ ഒരു അവസരത്തിൽ ഇത് എല്ലാം ഒത്തുചേർന്നിരിക്കുന്നു. യമനും നചികേതസും ഈ ഒരു ഉപദേശവും ഒത്തുചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ഉപനിഷത്ത് ക്ലാസ്സിലും ഇതാണ് സംഭവിക്കുന്നത്. പുസ്തകം പഠിക്കുന്നതല്ല, വളരെ അപൂർവമായിട്ടുള്ള, വളരെ ആശ്ചര്യകരമായിട്ടുള്ള ഒരു അവസരമാണ്, ഒരു സംഭവമാണ് ഇത്. പറഞ്ഞതാരാണ്? യമധർമ്മനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതും കൂടി ആലോചിക്കണം. ഉപനിഷത്ത് ക്ലാസ്സുകളിലൊക്കെ പോയി ഇരിക്കുമ്പം വളരെ റയറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടുന്നത്. അതിനെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയണം അല്ലേ. നമ്മൾ പിന്നെ ഭജഗോവിന്ദം ഒക്കെ പഠിക്കുന്ന സമയത്ത് സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി, ഇതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ സത്സംഗത്തിന് ഇവിടെ ഒരു പോരായി ഉണ്ടായിട്ടില്ല. ഭാരതത്തിൽ എന്നല്ല, ലോകം മുഴുവൻ സത്സംഗങ്ങൾ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഈ സത്സംഗം കേൾക്കുന്നവരെപ്പോഴും ജീവൻ മുക്തി എന്ന തലത്തിലേക്ക് എത്തണം. അതാണല്ലോ ആചാര്യം പറഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷെ ജീവൻ മുക്തി എന്ന തലത്തിലേക്ക് വളരെ കുറവ് ആൾക്കാർ എത്തിയിട്ടുള്ളൂ. വളരെ കുറവാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു, ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെ ശ്രമിക്കുന്നവരിൽ തന്നെ വളരെ ചുരുക്കം 1-2 ആൾക്കാർക്ക് എന്നെ അറിയാൻ കഴിയുന്നുള്ളൂ. ഭഗവാൻ പറഞ്ഞിരിക്കണം. അത് തന്നെ ഇവിടെ കഠോപനിഷത്തിലും പറയുന്നു. ഭജഗോവിന്ദത്തിൽ സത്സംഗത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞെടുത്തത് പറയുന്നു, എന്തുകൊണ്ട് ഭാരതത്തിൽ ഇത്രയൊക്കെ സത്സംഗങ്ങൾ നടന്നിട്ടും ജീവൻ മുക്തർ കുറവാണ്. അഭിനയിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. ജീവൻ മുക്താവസ്ഥയിൽ എത്തി പറഞ്ഞ് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അത് പോട്ടെ. ശരിയായ ജീവൻ മുക്താവസ്ഥയിലുള്ളവർ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഈ സത്സംഗത്തിനെ ഉൾക്കൊണ്ട് അതുപോലെ ജീവിക്കാൻ സാധിക്കുന്നില്ല. വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ല. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ഉണ്ടായില്ല, സാധനകൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഷഡ്സമ്പത്തി ഉണ്ടാവാൻ ശ്രമിച്ചില്ല. അപ്പോൾ വെറുതെ പുസ്തകം കേട്ടിട്ട് കാര്യമില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. നമ്മൾ ആ തലത്തിലേക്ക് എത്തണം. ശിഷ്യൻ ഈ ഉപദേശം, ഉപനിഷത്ത് സാരങ്ങൾ കേൾക്കുന്ന ആള് കുശലൻ ആയിട്ട് മാറണം. കുശലൻ എന്ന് പറഞ്ഞാൽ ആ കൗശലം ഉള്ള ആൾ, ഈ വിദ്യയെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിവുള്ളവനായിട്ട് മാറണം. അറിവ് മനസ്സിലാക്കാനുള്ള അധികാരിയായിട്ട് മാറണം. ഇതൊക്കെയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകം പഠിച്ചു പോകുന്നതിനോടൊപ്പം ഞാൻ മാറുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ആന്തരികമായിട്ട് ഞാൻ മാറുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അതോ ഞാൻ ഈ കഥയും കേട്ടിട്ട് മിണ്ടാതെ അന്നത്തെ ക്ലാസ് സൂപ്പറായി എന്നും പറഞ്ഞിട്ട് ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ എന്ന് കേട്ട് മിണ്ടാതിരിക്കുകയാണോ? അതോ ഇന്ന് കേട്ടിടത്തോളം ഞാൻ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങട്ടെ? എന്തെങ്കിലും ഒരു വിഷയം, എന്തിനോടെങ്കിലുള്ളൊരു ആശ്രയത്വം ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? രാവിലെ എണീറ്റ് ഉടനെ ചായയും കാപ്പിയും കുടിക്കുന്നവരാണെങ്കിൽ അയ്യോ ഞാൻ ഇന്ന് പല്ല് തേച്ചിട്ട് ചായ കുടിക്കണം, അത്ര വ്യത്യാസം ആ വ്യക്തിക്ക് വന്നു എന്ന് പറയാം. അമ്പലത്തിൽ പോകട്ടെ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഞാൻ അമ്പലത്തിൽ പോകട്ടെ, അതൊരു ശീലമാക്കിയെടുക്കാം. ഇതൊക്കെ ഇങ്ങനെ പതിയാണ് മാറ്റം വരിക. ഒരു ദിവസം ഒരു ഭഗവത്ഗീത ശ്ലോകമെങ്കിലും പഠിക്കട്ടെ, അതൊരു മാറ്റമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് നോൺ വെജ് ഉപേക്ഷിച്ച് നോക്കാം, അതിനോടുള്ള ആശ്രയത്വം കുറയും. ഇങ്ങനെ എനിക്ക് സുഖം തരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന ഓരോ കാര്യത്തിലും ഞാൻ കുറേശ്ശെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയാൽ അതൊക്കെ ആധ്യാത്മികമായ പുരോഗതിക്ക് സഹായിക്കും. അതൊക്കെ നമ്മുടെ വൈരാഗ്യ ബുദ്ധിയെ സ്ട്രോങ് ആക്കാനുള്ള ചെറിയ എക്സസൈസുകളാണ്. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഈ വൈരാഗ്യം വരില്ല. കാരണം അത് നമ്മൾ എന്താ പറയുക,
വളരെ ബലം പ്രയോഗിച്ചിട്ട് അത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം കുറച്ച് ദിവസമൊക്കെ നിൽക്കും, പിന്നെ അത് ശക്തമായിട്ടത് തിരിച്ചു വരും. വാസനകളുടെ ശക്തി അത്ര സ്ട്രോങ് ആണ്. അപ്പോൾ ലക്ഷ്യബോധത്തിൽ ഉറച്ചു നിന്ന് പതുക്കെ 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 നിൽക്കണം. ആത്മബോധത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടേ ഇത്തരം കാമങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. ശ്രീരാമൻ ബാലിയെ അമ്പ് ചെയ്ത കഥയൊക്കെയാണ് പറയാം. അല്ലെ, മറഞ്ഞു നിന്നിട്ടാണ് അമ്പ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, പക്ഷേ ഈ ആത്മബോധത്തിൻ്റെ മറവിൽ വേണം. കർമ്മവാസനകളെ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. അറിവിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഗുരുവിൻ്റെ പ്രത്യേകത പറഞ്ഞു, ആചാര്യസ്ഥാനത്ത് നിൽക്കുന്നവർ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു, അറിവ് നേടുന്നവൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു, ഈ ഒരു സാഹചര്യത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്താ പറഞ്ഞത്? സമർത്ഥനായ ആചാര്യനാൽ ജ്ഞാനോപദേശം ചെയ്യപ്പെട്ടാൽ പരമാത്മതത്വത്തെ അറിഞ്ഞ് ജ്ഞാനിയായിത്തീരും. ഇതാണ്. അപ്പോൾ നമ്മൾ ജ്ഞാനിയാവണമെങ്കിൽ എന്തെല്ലാം വേണം എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷെ ഇതിലൊരു ഗ്യാരണ്ടി കൂടി പറയണം. ഇതെല്ലാം ഒത്തുവന്നാൽ ആ വിദ്യ കിട്ടുന്ന ആൾ ജ്ഞാനിയായിട്ട് തന്നെ മാറും. ഇത്രയാണ് ഇപ്പോൾ 7ാമത്തെ ശ്ലോകം വരെ എത്തിയിരിക്കുന്നത്. ബാക്കി ഇപ്പം 10:35 1 മണിക്കൂർ ആയി. ബാക്കി നമുക്ക് 8ാമത്തെ മന്ത്രം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ചിലവർ ഇത് എല്ലാ ശനിയാഴ്ചയും നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് തയ്യാറാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സും വേഗം കഴിയും. എല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി അഭിപ്രായം പറഞ്ഞോളൂ. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഗ്രൂപ്പിലിടാം. ഞാൻ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാണ് ഇപ്പം ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം ആ ഗ്രൂപ്പിൽ പറയാം, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും? അടുത്ത ക്ലാസ് മുതൽ ശ്ലോകം ഇതുവരെയുള്ള നമ്മളിതിപ്പം 2ാമത്തെ വല്ലിയിൽ 7ാമത്തെ മന്ത്രം വരെയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കുക. ഞാൻ ഓഡിയോൻ്റെ ലിങ്ക് അതിൽ ഓൾറെഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേട്ട് പഠിച്ചോളൂ. അതുപോലെ ചൊല്ലി പഠിക്കാം. അപ്പം ചൊല്ലി പഠിക്കുന്നത് നല്ലതാണ്, ഓർമ്മിക്കാൻ. പക്ഷെ ചൊല്ലി പഠിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതും കൂടി ഓർമ്മിക്കുക. ഗുരുപൂർണിമയ്ക്ക് 21-ാം തീയതിയാണ്. എല്ലാവരും ഒത്തുകൂടുന്നുണ്ടാവും. നമ്മൾ ഈ ആധ്യാത്മിക സാധന ക്ലാസ്സുകൾ ചെയ്യുന്ന എല്ലാവരും ഗുരുപൂർണിമയ്ക്ക് ഒത്തുകൂടണം എന്നാണ്. അതാണ് ഋഷിമാരുടെ സങ്കല്പം. അവർ മാത്രം പോരാ, അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും അതൊരു ഒത്തുചേരലാവണം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് മുഴുവനാക്കാൻ പറ്റുകയാണെങ്കിൽ അന്ന് ചെല്ലാം, ഇല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും അവസരത്തിൽ ചെല്ലാം. തൈത്തിരീയോപനിഷത്ത് ക്ലാസ് ചെയ്യുന്നവർക്ക് എന്തായാലും ശിക്ഷാവല്ലി കംപ്ലീറ്റ് ആവും. അപ്പോഴേക്കും അത് ചൊല്ലി പഠിക്കാനുണ്ട്. പിന്നെ ഗണപതി ആദർശ ഉപനിഷത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, ചെല്ലാൻ പഠിച്ചു കഴിഞ്ഞാണ്. അതിൻ്റെ ക്ലാസ് എടുത്തിട്ടില്ല. അതും ചെല്ലാം എന്ന്. അപ്പോൾ എല്ലാവരും തയ്യാറായിക്കോളും. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ആരൊന്നും, ക്ലാസ്സിലെ ടോപ്പിക്കിനെ കുറിച്ച് ആരൊന്നും ചോദിച്ചിട്ടില്ല. ആർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ശാന്തി മന്ത്രം